ബിരിയാണി കഴിക്കാൻ പോവാ. ഹലോ ഗൈസ്, അപ്പോൾ പറഞ്ഞ പോലെ ബിരിയാണി കഴിക്കാനുള്ള പോക്കാണ്. കുറച്ച് കാലമായി തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കണം ഇങ്ങനെ മനസ്സിലൊരു സാധനം കുടുങ്ങിയിട്ട്. കറക്റ്റ് അപ്പോഴാണ് ഒരു ദിവസം അവളും പറഞ്ഞത് പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ. അങ്ങനെ ബിരിയാണി കഴിക്കാൻ ഉള്ള പോക്കാണ് നിങ്ങളെ കാണുന്നത്. നമ്മൾ നേരെ ലുലുവിലോട്ടാണ് പോയത്. ലുലുവിൽ ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണിയുടെ ഔട്ട്ലെറ്റ് ഉണ്ടല്ലോ, അപ്പോൾ നേരെ അങ്ങോട്ടാണ് നമ്മൾ പോകാൻ വിചാരിച്ചത്. നമ്മൾ പാർക്കിങ്ങിലെത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ലുലുവിൽ എത്തിക്കഴിഞ്ഞാലുള്ള സ്ഥിരം പരിപാടിയാണ് ഞങ്ങൾ ഈ പാർക്കിംഗ് എൻട്രൻസ് വഴി കയറുന്ന വിധം പെറ്റ് സ്റ്റോർ ഉണ്ടല്ലോ, ആ പെറ്റ് സ്റ്റോറിൽ എപ്പോഴും 2-3 പൂച്ചക്കുട്ടികളുണ്ടാവും കേട്ടോ. അതിന് പോയി കുറച്ച് നേരം നോക്കി നിൽക്കുക, കളിപ്പിക്കുക എന്നുള്ള സ്ഥിരം പരിപാടി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പൂച്ചകളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി ബിരിയാണിയാണല്ലോ, നമുക്ക് അങ്ങോട്ട് പോവാം. എസ്കലേറ്ററൊന്നും പോകാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ലിഫ്റ്റിലേക്കാണ് പോകുന്നത്. ഫുഡ് കോർട്ടിൽ പോകുന്നു, ബിരിയാണി കഴിക്കുന്നു, തിരിച്ചു വരും. നമ്മളിത് ഈ ഫുഡ് കോർട്ടിലോട്ട് എത്തി. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, നേരെ അവിടെ പോയി ഓർഡർ ചെയ്തു. ഒരു ബിരിയാണിയും ഒരു ചിക്കൻ എന്തോ ഒരു കോംബോ സാധനമാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഫുഡ് വന്നോ, ആഹാ, ഫുഡങ്ങ് കൊണ്ടുവച്ചപ്പോൾ കൈതിയിലെ കാർത്തിയുടെ അവസ്ഥയായിരുന്നു ഗൈസ് എനിക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് മനസ്സ് നിറഞ്ഞ് നമ്മൾ നേരെ ഫണ്ടിയൂറെ പോയി കുറച്ച് ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരാൾ ഇരുന്ന് വൻ കാർ റേസിംഗ് ആണ്. കളിച്ച് അവൾ തേർഡായിട്ടാണ്. 10 പേരുള്ളതിൽ 3rd പ്രൈസ് അടിച്ചു. പിന്നെ വേറെയും കുറച്ച് ഗെയിമുകളൊക്കെ നമ്മൾ കളിച്ചു. വിധത്തിൽ ആദ്യമായിട്ടാണ് ആ മറ്റേ എടുക്കണ സാധനം കൊണ്ട് ഉള്ള ഗെയിം കളിച്ചിട്ട് ഒരു പട്ടിക്കുട്ടീനെയും കിട്ടി, ഒരു സ്നിക്കറും കിട്ടി. ഞങ്ങളും ഹാപ്പി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.